ഹലോ ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ്. അതിനു വേണ്ടിയുള്ള എഗ്ഷെൽസ് ആണ് ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉപയോഗത്തിനായി എഗ്സ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഷെൽസ് കളക്ട് ചെയ്ത് വയ്ക്കുക. കുറേ നാൾ കളക്ട് ചെയ്യുമ്പോൾ കുറേയേറെ കാണും. അത് നമുക്ക് ഒരു എഗ്ഷെൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിന് നല്ലതാണ്. ഹാർഡ് ബോയിൽഡ് ചെയ്ത എഗ്സിൻ്റെ ഷെൽസ് എടുക്കാതിരിക്കുക. ഈ കളക്ട് ചെയ്ത എഗ്ഷെൽസ് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. ഡ്രൈ ആയില്ല എങ്കിൽ ഓവനിൽ വെച്ച് ഒന്ന് ഡ്രൈ ആക്കാവുന്നതാണ്. ഈ ഫെർട്ടിലൈസർ ചെടികളൊക്കെ വളരാനും നല്ലതുപോലെ കായ്ഫലങ്ങൾ ഉണ്ടാകുവാനും വളരെ ഉപകരിക്കുന്നതാണ്. ഈ എഗ്ഷെൽസ് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഗ്രൈൻഡറിൽ പൊടിക്കുന്നതായിരിക്കും. ഞാൻ ഈ വിധത്തിൽ എഗ്ഷെല്ലെല്ലാം കൂടെ ഒരു സിപ്ലോക്ക് ബാഗിലിട്ട് ഇങ്ങനെയാണ് ഇനി ഇത് ക്രഷ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ഇത് ബീറ്റ് ചെയ്താണ് ഇത് ക്രഷ് ചെയ്യുന്നത്. ഈ മുട്ടത്തോട് ക്രഷ് ചെയ്യുന്നതിന് ഈ ടൂൾ തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ബോട്ടിലോ അല്ലെങ്കിൽ ഒരു കപ്പോ എന്തെങ്കിലും വെച്ച് ഇത് ക്രഷ് ചെയ്യാവുന്നതാണ്. ഈ ജാറിലിട്ടാണ് ഞാനിത് പൊടിക്കുന്നത്. ഈ വിധത്തിലാണ് ഇത് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് ചെടികൾക്കിടുമ്പോൾ ചെടിയുടെ ചോട്ടിൽ ഇങ്ങനെ വിതറിയതിന് ശേഷം മണ്ണിളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊരു വിധം. കഞ്ഞിവെള്ളം 2 ദിവസം വെച്ച് പുളിപ്പിച്ച് ഇത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും നല്ലൊരു വിധമാണ്. ഞാൻ ചെയ്യുന്ന വിധമാണ് പറഞ്ഞു തന്നത്. വേറെ പല വിധത്തിലും ഇത് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഇത് ചെടികൾക്ക് നല്ലൊരു വളമാണ്. നല്ലതുപോലെ തഴച്ചു വളരാനും നല്ല പൂക്കളും കായ്കളും ഉണ്ടാകാനൊക്കെ ഈ മുട്ടത്തോടിൻ്റെ ഈ ഫെർട്ടിലൈസർ നല്ലതാണ്. ഈസി വേയിൽ ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് ഞാൻ ഈ കാണിച്ചത്. അനേക വിധങ്ങളുണ്ട്. കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്ത് വയ്ക്കണമെന്നേ ഉള്ളൂ. ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നവർക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ ഒരു നല്ല മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചത്. താല്പര്യമുള്ളവരൊക്കെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.